എല്ലാവർക്കും ചതയം ദിന ആശംസകൾ, നാലാം ഓണ ആശംസകൾ. ഇത് ഇന്നലെ അവിട്ടം ദിനമായിട്ട് മൂന്നാം ഓണമായിട്ട് എനിക്ക് എന്തൊക്കെയായിരുന്നു പരിപാടി എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി അവിട്ടമായിട്ട് ദീപചേച്ചിയുടെ അവിടെ മൂന്നാം ഓണം അവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ അവിടെ ആകാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇതേ റെഡിയായി ഇറങ്ങി നിന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗൈസ്, ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. 2 പ്രാവശ്യവും 3/4 ഭാഗം വോയിസ് ഓവർ ചെയ്തിട്ട് എൻ്റെ കൈ തട്ടിയത് ഡിലീറ്റ് ആയി കേട്ടോ. അരമണിക്കൂർ പ്ലസ് 1 മണിക്കൂർ ഞാൻ വീഡിയോ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 1 മണിക്കൂർ എൻ്റെ സമയം നഷ്ടം കേട്ടോ. 2 പ്രാവശ്യം എൻ്റെ കൈ തട്ടി ഡിലീറ്റ് ആയിപ്പോയി. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. അങ്ങനെ സംഭവിക്കുന്നതല്ല, ഇത് സംഭവിക്കും. പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. 2 പ്രാവശ്യം എൻ്റെ കൈ തട്ടി ഫുൾ ഡിലീറ്റ് ആയിപ്പോയി. എന്തായാലും എനിക്ക് നല്ല പണിയാണ് കേട്ടോ. കാരണം ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 3 നേരവും 3 പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചിലരിങ്ങനെ കമൻറ്റ് ചെയ്യില്ലേ, ഇതേ അവൾ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുന്നു. ഇതൊക്കെയാണ് മക്കളെ അവസ്ഥ. 6 മണിക്ക് തുടങ്ങിയതാണ്, ഇതേ 8-9 മണിയാവാൻ പോകുന്നു. 3 പ്രാവശ്യം കൊണ്ട് കൈതട്ടി അത് ഡിലീറ്റായി പോകുന്നുണ്ട്. എത്ര സമയം എൻ്റെ വേസ്റ്റാണെന്ന് നോക്കിയാൽ ഞാൻ ചുമ്മാ ഇരുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടും അതിൻ്റെ താഴെയും ഇതേ കമൻറ്റുമായിട്ട് വരുന്നു. എന്ത് ആൾക്കാരല്ലേ നിങ്ങളൊക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ മോശം കമൻറ്റ് ഇടുന്നവരുടെ കാര്യമായിട്ടോ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും, നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എല്ലാത്തിനും താഴെയും ഓരോ കമൻറ്റുമായിട്ട് വരും. എനിക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് വീഡിയോ ഇടുന്നു. അപ്പോൾ പറയും എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് കമൻറ്റ് ഇടുന്നു എന്ന്. കമൻറ്റ് ഇട്ടോ, പക്ഷേ മോശം മാത്രം കണ്ടുപിടിച്ച് കമൻറ്റ് ഇടാൻ പറ്റുന്ന കഴിവ് വല്ലാത്തൊരു കഴിവും തന്നെ കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അതിന് വേണ്ടിയിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ സമ്മതിക്കണം. ഇത് നമ്മുടെ വസ്ത്രയിലെ ഡ്രസ്സാണ്, ഒരു 3 പീസ് ചുരിദാർ സെറ്റാണ്. ആക്ച്വലി ഞാൻ ഈ ഓണത്തിന് ഒറ്റ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഓണത്തിന് ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സ് ഞാൻ എടുത്തതാണ്. ബാക്കി എല്ലാം ഞാൻ ഒന്നും പോലും എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ നമ്മുടെ വസ്ത്രയിലെ ഡ്രസ്സാണ് ഇടുന്നത് കേട്ടോ. അത് പറയാൻ കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ 2 പീസസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ലാർജും ഒരു XXL അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം, അതിലേക്ക് വന്നാൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞു തരാം. ഓക്കെ, ഞാനത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയി ഡ്രസ്സ് എടുക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഒരുപാട് കമൻറ്റ് കണ്ടു, വസ്ത്രയിൽ സ്വന്തമായിട്ട് ഡ്രസ്സ് ഉള്ളപ്പോൾ അവർ ചെന്ന് വേറെ ഡ്രസ്സ് എടുക്കുന്നു, കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ വസ്ത്രയിലെ ഡ്രസ്സ് മിക്കവാറുമുള്ള എവിടെയെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇടുന്ന ഡ്രസ്സെല്ലാം വസ്ത്രയിലെ തന്നെയാണ്. ഇപ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, വസ്ത്രയിൽ എൻ്റെ സൈസിനുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. എൻ്റെ സൈസിലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ വസ്ത്രയിലെ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. പിന്നെ എൻ്റെ കണ്ണിൽ എനിക്ക് കാണുമ്പോൾ ഇഷ്ടമെന്ന് തോന്നുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ ഇടും. അതിപ്പോൾ വസ്ത്രം എനിക്കുണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണുമ്പോൾ വേണ്ടാന്ന് വയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ലുലുവിൽ പോയിട്ട് ഞാൻ എടുത്തത് വേദയ്ക്കും ആണ് എടുത്തത്. വേദയ്ക്ക് ഞാൻ കുറേയേറെ ഡ്രസ്സ് എടുത്തു. വസ്ത്രയിൽ വേദയുടെ സൈസിനുള്ള ഡ്രസ്സൊന്നുമില്ല. അതുകൊണ്ട് വേദയ്ക്ക് ഞാൻ ഇഷ്ടം പോലെ ഡ്രസ്സ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. 1 ഓണത്തിനും 2 ഓണത്തിനും 3 ഓണത്തിനും 4 ഓണത്തിനും ഒക്കെ ഇടാൻ കണക്കാക്കിയിട്ട് വേദയ്ക്ക് ലുലുവിനും എടുത്തു, ഞാൻ ഓൺലൈനായിട്ടും എടുത്തു. ഞാൻ അഡീഷണൽ ആയിട്ട് 2 ഡ്രസ്സ് എടുത്തു. ഒന്ന് നമ്മുടെ കാർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി വെയർ പോലെയൊക്കെ നിൽക്കുന്ന ഒരു സാധനം, ഒരുപാട് ഹെവി ആയിട്ടുള്ളതും അല്ല, എന്നാൽ ഭയങ്കര ഇതും അല്ലാത്ത, സിമ്പിളും അല്ലാത്ത ഒരു സിമ്പിൾ സാധനം, അത് ഞാൻ എടുത്തു. പിന്നെ അവിടെ കയറിയപ്പോൾ തന്നെ എനിക്കൊരു ടോപ്പ് ഇഷ്ടമായിട്ട്, ഞാൻ തിരുപ്പതി പോകാൻ നേരം ഇട്ടിരുന്ന ആ ടോപ്പായിട്ട് എനിക്കിഷ്ടമായിട്ട് ഞാൻ ആ ടോപ്പ് എടുത്തു. പിന്നെ ഓൺലൈനിൽ നിന്ന് ഞാൻ വേദയ്ക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ടോപ്പിൻ്റെത് കണ്ടിട്ടാണ് ഇന്നലെ ഓണത്തിന് ഞാൻ ഇട്ടിരുന്ന ആ ഒരു ടോപ്പ്, അത് ഭയങ്കരമായിട്ട് എന്തോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഒരു ടോപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇത് 3 ടോപ്പാണ് ഞാൻ ആക്ച്വലി പുറത്തുനിന്ന് എടുത്തത്. ബാക്കി ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രയുടെ ഡ്രസ്സാണ്. നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, ചതയായിട്ട്. അപ്പോൾ അന്നിടാനും പുതിയൊരു ഡ്രസ്സ് ഞാൻ വസ്ത്രയിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വസ്ത്രയിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഡ്രസ്സ് ഉണ്ടോ അതൊക്കെ ഞാൻ ഇടാറുണ്ട്. അതൊന്നും നിങ്ങൾ കാണില്ല. അതിൽ ഞാൻ എടുക്കാൻ പോയ ഭാഗം മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. അതിൽ ആ വീഡിയോയിലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ വസ്ത്രയിൽ ഡ്രസ്സ് എനിക്ക് സൈസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്നൊക്കെ. ഇതൊന്നും ആരും കേൾക്കുകയില്ല, കാണുകയില്ല, കുറ്റം മാത്രം കണ്ടുപിടിക്കും. അതവിടെ നിൽക്കട്ടെ, നമ്മൾ എന്തിനാവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ വന്നു. തൊട്ടടുത്തുള്ളൊരു കുഞ്ഞമ്പലം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ വഴിക്ക് തേരാപ്പാര 100 വട്ടം പോവുമെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ കയറുന്നത്.
6-7 വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വന്നത്. കുഞ്ഞൊരു ശിവൻ്റെ അമ്പലം, ശിവനും പാർവതിയും ഗണപതിയും നാഗരുമായിട്ടൊക്കെ ഉള്ള ഒരു കുഞ്ഞമ്പലം. അതുപോലെ തന്നെ ഇത് ഏട്ടൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണ്. ഏട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ ഫോൺ ചെയ്യാനും ഏട്ടൻ റിലാക്സ് ചെയ്യാനും ചുമ്മാതിരിക്കാനും ഒക്കെ വന്ന് വെറുതെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഫ്രണ്ടിലൊരു കുഞ്ഞ് വയലും ഒരു കുഞ്ഞ് അമ്പലമല്ല, താമരക്കുളവും ഒരു ആൽമരവും. താമര എന്ന് പറഞ്ഞാൽ നല്ല വിരിഞ്ഞ് വിടർന്ന് നിൽക്കുന്ന വലിയ താമര ഉള്ളത് കേട്ടോ. ആ കുളത്തിൽ ഞാനൊന്ന് ഇറങ്ങി നോക്കി ഒരു താമരയെങ്കിലും കിട്ടുമോ, കാണാൻ അത്ര ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ആ താമര എല്ലാം നടുക്ക് നിൽക്കുകയാണ്, അങ്ങോട്ടേക്ക് ഇറങ്ങി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ താമരക്കുളവും ആൽമരവും വയലും അമ്പല പരിസരവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഏട്ടൻ സ്ഥിരമായി ഏട്ടൻ്റെ ഒരു ദിവസത്തിൻ്റെ കാൽ ഭാഗവും സ്പെൻഡ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാൻ. അങ്ങനെ എപ്പോഴും കളിയാക്കാം, ഫോൺ ചെയ്യാൻ പോകുമല്ലേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ വന്നിരുന്നാണ് ഫോൺ ചെയ്യുന്നതും ചുമ്മാ സമയം കളയുന്നതും എല്ലാം. ഓക്കെ, ഇങ്ങനെ അവിട്ടം ദിവസമായിട്ട് എനിക്കൊന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഏട്ടൻ്റെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആസാദിൽ വന്നിരിക്കുകയാണ്. ദീപചേച്ചിയുടെ അങ്ങോട്ടേക്ക് പോവാണ്. ഓണായിട്ട് പോകുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചിട്ട് പോകണ്ടേ. അതിപ്പോൾ ഓണം അല്ലെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് കരുതിയപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ഫാമിലിയും ഉണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും ഫാമിലിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇനി ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വന്നാലും എല്ലാം കൂടി ഇരുന്ന് ചീത്തയായി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബേക്കറി സാധനം വാങ്ങാമെന്ന് കരുതിയിട്ട് നേരെ ആസാദിലേക്ക് വന്നത്. പക്ഷേ അവരും ബേക്കറി സാധനങ്ങൾ കേട്ടോ വാങ്ങിയിട്ട് വന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ നേരം ഇതേ ഇങ്ങോട്ടേക്ക് വന്നേക്കാണ്. രാവിലെ എണീറ്റപ്പോൾ മുതലേ വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ ഉണ്ടാക്കാൻ വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ, നിങ്ങൾ രാവിലെ ഇങ്ങനെ പോന്നാൽ മതി എന്ന് പറഞ്ഞു. രാവിലെ 7 മണിയായപ്പോഴേ എണീറ്റ് കേട്ടോ. അല്ലെങ്കിൽ വേദയുടെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണി 12 മണിയൊക്കെയാണ്. പക്ഷേ ഇന്ന് ഞാൻ കുത്തി എഴുന്നേൽപ്പിച്ചു. 7 മണിയായപ്പോഴേ ഇവിടെ എഴുന്നേറ്റ് 8 മണിയൊക്കെ ആയപ്പോഴേ താഴേക്ക് വന്നു. സാധാരണഗതിയിൽ വിശപ്പെന്നുള്ള വാക്ക് വേദയുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ പാൽപ്പായസത്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പാൽപ്പായസവും പിന്നെ ബോളി ഉണ്ടായിരുന്നു, അത് അവൾക്ക് കൊടുത്തു. കുറച്ചൊരു തൽക്കാല ആശ്വാസത്തിന് അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ പായസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളും ശകലം കഴിച്ചു, ഞാനും കഴിച്ചു. 9 മണി 9:15 ആയി കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏട്ടനും ഒക്കെ കുളിച്ചിറങ്ങിയപ്പോഴേക്കും ഒരു സമയമായി. ഞങ്ങൾ കുറച്ച് വസ്ത്രയുടെ ഓർഡേഴ്സ് വന്നിട്ട് അഡ്രസ്സും കാര്യങ്ങളും ഒന്നും എഴുതിയില്ല, പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് മോർണിംഗ് ആണ് എല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം മൺഡേ ഇനി നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ വന്ന ഓർഡേഴ്സ് എല്ലാം അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നതല്ലാതെ ഒന്നും അഡ്രസ്സ് എഴുതുകയോ പാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അതെല്ലാം ഇന്ന് രാവിലെയാണ് ഇരുന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 9-9:15 ഞാനും കുറച്ച് രാവിലെ എന്ന് പറഞ്ഞിട്ട് 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റു. പക്ഷേ വേദ എഴുന്നേറ്റപ്പോൾ 7:30 അവൾ 8 മണിയായപ്പോഴേക്ക് കുളിച്ച് റെഡിയായി വന്നു. ഞാൻ 8-8:30 മണിയായപ്പോൾ റെഡിയായി വന്നു. പിന്നെ ഏട്ടനും കുളിച്ചിറങ്ങി വന്നപ്പോഴേക്കും 9 മണിയായി. പിന്നെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നപ്പോഴേക്കും 9:15 9:30 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആസാദിൽ കയറി ഓണമായിട്ട് വാങ്ങിക്കുകയാണ്. അല്ലെങ്കിൽ മിക്കവാറും ദീപചേച്ചിയുടെ അവിടെ പോകുമ്പോൾ ചിക്കനും പൊറോട്ടയൊക്കെ ആയിരിക്കും വാങ്ങിയിട്ട് പോകുന്നത് കേട്ടോ. ഇത് രാവിലെ ഒരു കടകളും തുറന്നിട്ട് പോലും ഇല്ല. 9 മണിയൊക്കെ ആയി വരുന്നതിലേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞതുപോലെ. അപ്പോൾ ആസാദ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അതിന് മുന്നേ ഞങ്ങൾ ചാടിക്കയറി അതിനകത്ത് കയറി സാധനങ്ങളും മറ്റും പറക്കിയെടുക്കുകയാണ്. സത്യം പറയാലോ, ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇരുന്ന് വോയിസ് ഓവർ ചെയ്യുന്നത്. എപ്പോഴേ വോയിസ് ഓവറും കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നറിയാവൂ. ഇനി എന്തോരം പണികളുണ്ട് എനിക്ക്. എന്ത് കഷ്ടമാണ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എന്തൊരു പാടാണെന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ പോർഷനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം വോയിസ് ഓവർ ചെയ്തതാണ്. പക്ഷെ ഒരിക്കൽ പറയുന്നതല്ല കേട്ടോ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ വരുന്നത്. അടുത്ത പ്രാവശ്യം വീണ്ടും മാറിയായിരിക്കും വരുന്നത്. എന്തായാലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ആ ഫ്ലോ ആദ്യം പറയുന്ന ഫ്ലോ ആയിരിക്കില്ല രണ്ടാമത് പറയുന്ന കാര്യമായിരിക്കില്ല മൂന്നാമതും പറയുന്നത്. എന്തായാലും വീണ്ടും വോയിസ് ഓവർ ചെയ്ത് ഞാൻ ഇതുവരെ വീണ്ടും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആസാദിൽ കയറി ഒരു കുഞ്ഞു ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ നേരെ ദീപചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വേദ കൊണ്ടുവന്ന് ദീപചേച്ചിക്ക് ഹാപ്പി ഓണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏട്ടൻ്റെ ഓണം ഷർട്ട് നോക്കി അത്തപ്പൂക്കളമുണ്ട്, തിരുവാതിരയുണ്ട്, കഥകളിയുണ്ട്, കളരിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്. ഇനി അതിലില്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. അന്ന് ആ ഷർട്ട് എടുത്തപ്പോഴേ പറഞ്ഞു ഏട്ടാ വേണ്ട ഏട്ടാ, നമുക്കിതുപോലുള്ള വല്ല ഫെസ്റ്റിവൽസിന് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, എടുക്കലേന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്തയും വിളിച്ചുകൊണ്ട് എടുത്തു. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എടുക്കും, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനാണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞെടുത്തു. ഇന്നലെ ഓണമായിട്ട് എടുത്തിടാൻ പറഞ്ഞപ്പോൾ ഇട്ടിട്ടൊരു ഫോട്ടോ എടുത്ത ശേഷം ഏട്ടൻ ഇട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കളയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഏട്ടാ അതെല്ലാം ഒറ്റ വാഷനേ ഉള്ളൂ, ഒരു ദിവസം എവിടെയെങ്കിലും ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് അതിനെടുത്ത് കുത്തിക്കയറ്റിയത് കേട്ടോ. ആക്ച്വലി ഏട്ടന് ഇപ്പോൾ ആ ഷർട്ട് ഇഷ്ടമായില്ല, അന്നൊരു ആവശ്യത്തിൻ്റെ പുറത്തെടുത്തതാണേ. പിന്നെ വേദ ഇട്ടിരിക്കുന്നത് ചീമ വേദയ്ക്ക് എടുത്ത് കൊടുത്ത ഓണക്കോടിയാണ്.
നമ്മളെപ്പോഴും ഓണക്കോടി എടുക്കുമ്പോൾ കാഷ്വൽ വെയർ ആയിട്ടാണ് എടുക്കാറ്. കാരണം പാവാടയും ബ്ലൗസൊക്കെ എടുത്താൽ വേദയുടെ കാര്യത്തിൽ അന്ന് ആ ഒരു ദിവസം ഇടുന്നത് തന്നെയാണ്, വെറുതെ പൈസ കളയുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് വേറുള്ള ദിവസങ്ങളിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കും എപ്പോഴും ഓണക്കോടിയായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ചീമ വേദയ്ക്ക് ഈ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തത് കേട്ടോ. വന്ന പാടെ തന്നെ ഇഡ്ഡലി സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഫ്രൂട്ട് സ്റ്റോളിൽ പോയിരിക്കുകയാണ്. ഒരു 10 മണിയൊക്കെ ആവാറായ കേട്ടോ. പക്ഷേ ആയെങ്കിലും ഇവിടെയും തുറന്നു വരുന്നതേ ഉള്ളൂ. ഓണമൊക്കെ അല്ലേ, എല്ലാവരും പതിയൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ വന്നത് നമ്മൾ പ്രകാശ് ഏട്ടൻ്റെ ചേച്ചിയുടെ വീട്, നമ്മുടെ കല്യാണ വീട് തൊട്ട് മുകളിലാണ്. 10-ാം തീയതി കേട്ടോ കല്യാണമൊക്കെ അതേ ഇങ്ങനെ അടുത്തെത്തി. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലാണ് ഗീത ചേച്ചിയുടെ വീട്. ഗീത ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോകാമെന്ന് കരുതി. ഈ പറഞ്ഞതുപോലെ ഓണമായിട്ട് പോകുമ്പോൾ നമ്മൾ വെറും കൈയോടെ കയറി പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി ഫ്രൂട്ട്സ് കടയിൽ വന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കുകയാണ്. ആക്ച്വലി ഗീത ചേച്ചി നമ്മുടെ ദീപ ചേച്ചിയുടെ വീട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മുകളിൽ ചേട്ടനും മക്കളൊക്കെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ മുകളിലേക്ക് പോകാമെന്ന് കരുതി ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് വന്നത്. ആപ്പിളും പേരക്കയും മുന്തിരിങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയി. ഗായ്സ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രൂട്ട്സിനെക്കാട്ടി വില കേട്ടോ ഇപ്പോൾ ബേക്കറി സാധനങ്ങൾ. എന്ത് വിലയാണെന്നറിയോ, ഒരു സാധനവും അതിലുണ്ടായിരുന്നില്ല. ആ സാധനം നമ്മൾ കുറച്ച് സാധനം വാങ്ങിയത്, വളരെ കുറച്ച് സാധനങ്ങളും നല്ല വിലയും ആയിട്ടോ. പക്ഷെ അതിൻ്റെ പകുതി വിലയെ ഫ്രൂട്ട്സ് ആപ്പിളൊക്കെ വാങ്ങിച്ചിട്ടും അത്രേ ആയുള്ളൂ. മണ്ടത്തരമായിപ്പോയി. ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഫ്രൂട്ട്സ് ആകുമ്പോൾ കഴിക്കുന്നതിലും വലിയ കുഴപ്പമില്ല, ഒരു ഇതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫ്രൂട്ട്സ് എല്ലാവരും വാങ്ങിച്ചിട്ട് വരുന്നതാണ് നമ്മൾ ബേക്കറി സാധനം വാങ്ങിച്ചിട്ട് പോയത്. എന്തായാലും അത് അബദ്ധം പറ്റി ഗൈസ്. അങ്ങനെ മുന്തിരിയൊക്കെ അതേ വാങ്ങിച്ച്, മുന്തിരി മധുരം ഉണ്ടോ എന്നൊക്കെ കഴിച്ച് നോക്കുകയാണ്. അപ്പം മുന്തിരിക്ക് മധുരമൊക്കെ ഉണ്ട്. നേരെ ഗീത ചേച്ചിയുടെ അവിടെ പോയി കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഗീത ചേച്ചി താഴെയാണ് നിൽക്കുന്നത്, ദീപ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുകയാണ്. ഇവിടെ ചേട്ടനും മക്കളൊക്കെയാണ് ഉള്ളത്. ചേട്ടൻ ഗൾഫിലാണ്. ചേട്ടൻ ഇപ്പോൾ ലീവിന് വന്നതാണ്. ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് 10-ാം തീയതി. അപ്പോൾ അത് പ്രമാണിച്ച് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇതാണ് നമ്മുടെ അനിൽ ചേട്ടൻ അവിടെ നിൽക്കുന്നു. കുറച്ച് സമയം നമ്മളിത് ഇവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് വീണ്ടും നേരെ ദീപ ചേച്ചിയുടെ അവിടെ വന്നു. അപ്പോൾ രാവിലെ തന്നെ അവിടെ ഇന്നിപ്പോൾ ഓണസദ്യ കേട്ടോ, 3-ാം ഓണം സദ്യയാണ്, നോൺ വെജ് ഒന്നുമില്ല. സദ്യ എല്ലാം നേരത്തെ തന്നെ ജോലികളെല്ലാം ഒതുക്കി പറക്കി പായസം ഉൾപ്പെടെ എല്ലാം വെച്ച് സെറ്റായിരിക്കുകയാണ് കേട്ടോ. പ്രകാശേട്ടനും എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ ഓണം കഴിയുന്നവരെല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും. 3-4 ദിവസമല്ലേ, ഇനി തിങ്കളാഴ്ചയല്ലേ എല്ലാവരും എല്ലായിടത്തുമൊക്കെ പോകുന്നത്. അങ്ങനെ അതേ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞതുകൊണ്ട് കാര്യം പറഞ്ഞിരിക്കാനൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ കാര്യം പറയാനും പറ്റില്ല, ജോലിയും ആകെ കൂടെ ഒരു ബഹളമായിരിക്കും. അതാണ് ഗീത ചേച്ചി കേട്ടോ. ആയിരിക്കുന്നതാണ് ഗീത ചേച്ചി, പ്രകാശേട്ടൻ്റെ സഹോദരിയാണ്. ഗീത ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് 10-ാം തീയതി. നമ്മൾ അന്ന് സാരി എടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശ് ചേട്ടൻ്റെ ദീപ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പ്രകാശേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫും മോളും കൂടിയൊക്കെ വന്നു. പ്രീതിയും ലത ചേച്ചിയും കൂടെയൊക്കെ വന്നു. ഇതാണ് പ്രകാശേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫും മോളും. പ്രകാശേട്ടൻ്റെ ചേട്ടന് ജോലിയുണ്ട്, ജോലിക്കൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ CBIയിൽ എന്തോ വർക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല. ചേട്ടൻ മിലിറ്ററിയിലൊക്കെ ആയിരുന്നു, അവിടെ നിന്ന് റിട്ടയറായി വന്നിട്ട് ഇപ്പോൾ എന്തോ CBIയിൽ എന്തോ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ ഉത്രാടം അവിട്ടം എനിക്ക് ഇത് തിരിഞ്ഞു പോകും കേട്ടോ, മാറിപ്പോവും. അവിട്ടം നമ്മളതേ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു കുഞ്ഞ് സദ്യയൊക്കെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവിടെ പായസമുണ്ട്, സേമിയ പായസമുണ്ട്, ബോളിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിനി സദ്യ കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറേ സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെയൊക്കെ ആയപ്പോൾ നല്ല കാര്യമൊക്കെ പറഞ്ഞിരിക്കാനൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ തിരുവോണ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ മാത്രമായപ്പോൾ ഒരു സുഖമില്ല കേട്ടോ. എല്ലാവരും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. കാര്യം പറഞ്ഞ് കേട്ട് ആസ്വദിച്ച് ചിരിച്ച് മറിഞ്ഞ് പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ എന്ത് രസമല്ലേ. പക്ഷെ നമ്മൾ മാത്രമാകുമ്പോൾ പറയാനും ഒന്നുമില്ല, കേൾക്കാനും ആരുമില്ല. നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടും. ഇതിന് സത്യം പറയാമല്ലോ, ഒരു സുഖവും ഇല്ല കേട്ടോ. കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ തൊണ്ടയിലെ വെള്ളം പറ്റി. പിന്നെ ഓരോ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാമെന്ന് കരുതിയിട്ട് നാരങ്ങ എല്ലാം പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് പറയുക, നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വേദയും ഗീത ചേച്ചിയും കൂടെ നാരങ്ങ പിഴിഞ്ഞ് തന്നു. അതിനെ മിക്സ് ചെയ്തെടുക്കുന്ന ഞാനാണ്. എന്നിട്ട് എല്ലാവർക്കും ഒക്കെ കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഗീത ചേച്ചിയുടെ ഹസ്ബൻഡും മോനും കൂടെ പുറത്ത് പോയിട്ട് വേദയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഐസ്ക്രീമുണ്ട്, കിൻഡർ ജോയ് ഉണ്ട്. ഗോലി സോഡ അന്വേഷിച്ച് നടന്നിട്ട് ഗോലി സോഡ കിട്ടിയില്ലാന്ന്. അങ്ങനെ കുറേ സാധനങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് വേദ വരും കേട്ടോ. സിപ്പപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. വേദയ്ക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഹുൽ വിളിച്ച് ചോദിച്ചു എന്തൊക്കെ വേദയ്ക്ക് വേണം എന്നുള്ളത്. അപ്പോൾ വേദ പറഞ്ഞു വേദയ്ക്ക് ഒന്നും വേണ്ട, ഒരു കിൻഡർ ജോയ് മാത്രം മതി, ഐസ്ക്രീമോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എങ്കിലും അവൻ കിൻഡർ ജോയും ഐസ്ക്രീമും സംഭാരവും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. വേദയ്ക്ക് കോളും അതെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും 1:30 മണിയായി. ചോറ് കഴിക്കാനുള്ള സമയമായി.
പിന്നെ അപ്പൂപ്പനും മക്കളും കൂടി കഴിക്കാനായിട്ടിരുന്നു. അപ്പൂപ്പനും ഗീത ചേച്ചിയുടെ മോനാട്ടോ രാഹുൽ. ഇവൻ്റെ കല്യാണമല്ല, ഇവൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് 10-ാം തീയതി ഉള്ളത്. അപ്പോൾ രാഹുലും ഗൾഫിലാണ്, ലീവ് വന്നതാട്ടോ, കല്യാണം പ്രമാണിച്ച് ലീവിന് വന്നതാണ്. അപ്പൂപ്പനും രാഹുലും, അതായത് അച്ഛനും രാഹുലും വേദയും പ്രീതിയും കൂടി ഇരിക്കുകയാണ്. കൊച്ചുമക്കളെല്ലാം കൂടി ഇരുന്നിട്ടുള്ള ഒരു സദ്യ ആദ്യത്തെ സ്റ്റെപ്പ് കൊടുക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് ചേട്ടന്മാരിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളിരുന്നു കേട്ടോ. എല്ലാ കറികളും ഉണ്ടായിരുന്നു. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പിന്നെന്താണ് പാവയ്ക്ക അച്ചാർ, പച്ചടി, അവിയൽ, തോരൻ, പിന്നെ ചോറ്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, മോര്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും, പപ്പടം, പായസം, ബോളി, ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ വറ്റൽമുളക് വറുത്തത്, പാവയ്ക്ക വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഡിഷസും അടങ്ങിയ ഒരു കുഞ്ഞ് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നോൺ വെജ് കൂടെ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് പോകും. നോൺ വെജ് വെക്കുകയാണെങ്കിൽ കപ്പയും ചോറും ചിക്കനും അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഈ സദ്യയുടെ കൂട്ടത്ത് വീണ്ടും ചിക്കനൂടെ കൊണ്ടുവച്ചാൽ സദ്യയും കഴിക്കാൻ പറ്റത്തില്ല, ചിക്കനും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും കേട്ടോ. അതുകൊണ്ട് സദ്യയായിട്ട് തന്നെ കഴിക്കണം. എന്തായാലും സംഭവം ഓൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് എല്ലാവരും കൂടി താഴത്ത് നിലത്തിരുന്ന് കഴിക്കാമെന്നുള്ളൊരു തോട്ടൊക്കെ വന്നു. പക്ഷേ ഞാൻ അതിനെതിരായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് തറയിലിരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഇരുന്ന് ശീലമില്ലാത്തതുണ്ട്. സത്യമായിട്ടും പറയുകയാണ്, അഹങ്കാരം പറയുന്നില്ല കേട്ടോ. കാൽമുട്ടൊന്നും ഇങ്ങനെ ചമ്മണം പൂട്ടിയിരുന്ന് കഴിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. തിരിച്ചിട്ടിരുന്നാലും ഇങ്ങനെ കുനിഞ്ഞ് കമഴ്ന്ന് കിടന്നൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, സത്യമായിട്ടുള്ള കാര്യം പറയണേ. അപ്പം ഞാൻ അതിനെതിരായിരുന്നു. അതുകൊണ്ട് എല്ലാവരുമൊക്കെ അതിനെതിരെ തന്നെയാണ്. കാരണം എല്ലാവർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. തറയിലിരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 1-2 പേരായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല, ടേബിളിൽ ഇരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ ചോയ്സ് കേട്ടോ. ഈ കുനിഞ്ഞൊക്കെ ഇരുന്ന് കഴിക്കാനേ എന്ത് പാടായിരിക്കും. ഇത് നമുക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാം. മറ്റത് വലിയ ബുദ്ധിമുട്ടാണ്. ആസ്വദിക്കൽ നമുക്ക് എന്തായാലും കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീറ്റ് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും വരുന്നത്. എന്തായാലും ആദ്യം അപ്പൂപ്പനും കൊച്ചുമക്കളും കൂടി ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ചേട്ടന്മാരെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അനിലേട്ടൻ, അതാണ് പ്രകാശേട്ടൻ്റെ ചേട്ടൻ കേട്ടോ. ബാലേന്ദ്രൻ ചേട്ടൻ, പിന്നെ പ്രകാശേട്ടൻ, ഏട്ടൻ, അമ്മ, അവർ 4-5 പേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി കഴിക്കാനുള്ളത് ഞാനും ദീപ ചേച്ചിയും ലത ചേച്ചിയും ഗീത ചേച്ചിയും മാത്രം കേട്ടോ. അവർ കൂടെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മളിരുന്ന് കഴിച്ചു. നല്ലൊരു സദ്യയായിരുന്നു. പക്ഷേ ചോറ് ലേശം വെന്ത് പോയിട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ചോറ് എനിക്ക് വേറെ ആയിട്ട് നിൽക്കണം. ദീപ ചേച്ചിയും ഇതേ അഭിപ്രായം പറഞ്ഞു. പക്ഷെ പ്രകാശേട്ടനും ഏട്ടൻ്റെ അച്ഛനും ഒക്കെ ഇങ്ങനെ വെന്ത് പായസമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് മറ്റേ പായസം കണക്കിരുന്നു ചോറ്. എങ്കിലും ബാക്കി കറികളും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. പപ്പായ തോരനായിരുന്നു. പപ്പായ തോരൻ ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ കറികളും കൊള്ളായിരുന്നു. അടപ്പായസവും സേമിയ പായസവും ഉണ്ടായിരുന്നു. എപ്പോഴും സേമിയ പായസമായിരിക്കും നല്ല ടേസ്റ്റ്. പക്ഷേ ഇന്ന് അടപ്പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പായസവും പപ്പടവും പഴവും ഒക്കെ കൂട്ടി കുഴച്ച് കഴിച്ചു. പിന്നെ വെർമസലി പായസത്തിൻ്റെ ഒപ്പം ബോളിയൊക്കെ ഉണ്ടായിരുന്നു. ബോളിയൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് ബോളിയും പായസവും ഇഷ്ടമല്ല, വെറും പായസമാണ് ഇഷ്ടം. എന്തായാലും അടിപൊളിയായിട്ട് കഴിച്ചു. അവിട്ടം ദിനം നല്ല രീതിയിൽ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു ആഘോഷിച്ചു. എല്ലാവരും കൂടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരുമായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഒരു നല്ലൊരു ദിവസം, നല്ലൊരു ഓണം, ഈ വർഷത്തെ ഓണം അങ്ങനെ കഴിയുകയാണ്. നാളെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാളെ 4-ാം ഓണമായിട്ട് നെട്ടയത്ത് വീട്ടിലായിരിക്കും ആഘോഷം. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ ബർത്ത്ഡേ അവിടെ തന്നെയാണ് കൂടുന്നത്. ഇന്ന് വൈകിട്ട് നേരെ ഞാൻ നെട്ടയത്ത് പോവും. നാളെ അവിടെ ആയിരിക്കും. അതെ, വീട്ടിൽ നെട്ടയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്നെ വേദ ഏട്ടനാക്കി തന്നിട്ട് ഏട്ടനങ്ങ് പോയി കേട്ടോ. അങ്ങനെ തന്നെയാണല്ലോ, നിൽക്കത്തില്ലല്ലോ, ഇനി നാളെ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. നാളെ ആഘോഷം കഴിഞ്ഞിട്ട് നേരെ തിരുമല വീട്ടിൽ പോകും. നാളെ ഒരു കല്യാണം, 2 കല്യാണമുണ്ട്. അതിലൊരു കല്യാണം മാറ്റി വെച്ചിട്ട് വേറൊരു കല്യാണത്തിന് നാളെ പോകണം. അപ്പോൾ കല്യാണം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാളെയും ഞാൻ നെട്ടയത്തെ നിൽക്കത്തുണ്ടായിരുന്നുള്ളൂ. കല്യാണം ഉള്ളത് കൊണ്ട് കല്യാണം കൂടാൻ പോയാലേ പറ്റത്തുള്ളൂ. അത് മണ്ണന്തലയാട്ടോ, ദീപചേച്ചിയുടെ വീടിൻ്റെ അടുക്കാണ് കല്യാണം. ആ ഏരിയയിൽ ഏത് കല്യാണം വന്നാലും നമ്മളെയും ക്ഷണിക്കാറുണ്ട്. അതുകൊണ്ട് പയ്യൻ്റെ വീട്ടിലെ കല്യാണം ആയതുകൊണ്ട് വൈകിട്ട് പോകാമെന്ന് കരുതി. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം നെടുമങ്ങാടുണ്ട്. പക്ഷേ അതെനിക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാത്തിനും കൂടി ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് പോകാമെന്ന് കരുതി. അപ്പോൾ അതേ നമ്മൾ നെട്ടയത്ത് വന്നിട്ടുണ്ട്. നാളത്തെ അച്ഛൻ്റെ ബർത്ത്ഡേ വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബർത്ത്ഡേ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞങ്ങളുണ്ട്, ചീമയുണ്ട്, ചീമയുടെ സച്ചുവിൻ്റെ വീട്ടുകാരും കാണും. ഇത്ര തന്നെ. കടച്ചനും അമ്മയ്ക്കൊക്കെ വേറെ കല്യാണം, ഞാൻ പറഞ്ഞില്ല, കല്യാണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരാരും വരത്തില്ല. അപ്പോൾ നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷൻ, അത്ര തന്നെയാണ് നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും അവിട്ടം ദിനം സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നാളെ ചതയം ദിനമായിട്ട് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ, ചതയം ദിനം എന്നതിലുപരി എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് നമ്മൾ സ്പെഷ്യലായിട്ട് ആഘോഷിക്കുന്നത്. ചിക്കനൊക്കെ അടുപ്പത്ത് കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷം നാളത്തെ വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.